ഹലോ ഗൈസ്, പുതിയ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേര് ഉൾപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ വീടുകളിൽ BLO അഥവാ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് നേരിട്ടെത്തി നമ്മുടെ കയ്യിൽ ഒരു ഫോം തന്നിട്ടുണ്ടാവും. അതിന്റെ പേരാണ് എന്യൂമറേഷൻ ഫോം. അതെങ്ങനെ ഫിൽ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. രണ്ട് രീതിയിലുള്ള ആൾക്കാരെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത് 2002 വോട്ടർ പട്ടികയിൽ പേരുള്ളവരും, രണ്ടാമത് 2002 വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരും. ഈ കാണുന്നതാണ് എന്യൂമറേഷൻ ഫോം. ഒരു വീട്ടിൽ എത്ര വോട്ടർമാരുണ്ട് അവർക്കൊക്കെ സെപ്പറേറ്റ് ഫോം ഉണ്ടാകും. അവരുടെ പേരും. ഈ ഫോം നമ്മൾ 3 ഭാഗമായിട്ടാണ് ഫിൽ ചെയ്യേണ്ടത്. ഫോമിന്റെ മേലെ ലെഫ്റ്റ് സൈഡിൽ പേരും, എപിക് നമ്പർ അഥവാ വോട്ടേഴ്സ് ID നമ്പർ, അഡ്രസ്സും കാണാൻ പറ്റും. നടുവിൽ ക്രമ നമ്പർ, ഭാഗം നമ്പർ എല്ലാം ഉണ്ടാകും. മണ്ഡലത്തിന്റെ പേരും ഉണ്ടാകും. സംസ്ഥാനത്തിന്റെ പേരും മറ്റും ഉണ്ടാകും. ടോപ്പ് റൈറ്റിൽ ഫോട്ടോവും QR കോഡും ഉണ്ടാകും. ഫോട്ടോ ചേഞ്ച് ചെയ്യണമെങ്കിൽ പുതിയ ഫോട്ടോ കൊടുക്കാനുള്ള സ്പേസും ഉണ്ട്. അടുത്തതായി എങ്ങനെ ഈ ഫോം ഫിൽ ചെയ്യാമെന്ന് നോക്കാം. ഒന്നാമതായി കാണുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. രണ്ടാമത് ആധാർ നമ്പർ. മൂന്നാമത് മൊബൈൽ നമ്പർ. കൊടുക്കുന്ന മൊബൈൽ നമ്പർ നമ്മൾ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത നമ്പർ തന്നെയായിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. നാലാമത് ഫാദേഴ്സ് നെയിം. അഞ്ചാമത് ഫാദേഴ്സ് വോട്ടർ ID നമ്പർ. ആറാമത് മദേഴ്സ് നെയിം. ഏഴാമത് മദേഴ്സ് വോട്ടർ ID നമ്പർ. എട്ടാമത് പാർട്ട്നേഴ്സ് പേരും എപിക് നമ്പറും. അത് നിർബന്ധമില്ല കേട്ടോ. ഈ എട്ടാമത്തെ പാർട്ട്നേഴ്സ് പേരും എപിക് നമ്പറും നിർബന്ധമില്ല. ഇതെല്ലാം തെറ്റാതെ വലതുവശത്തെ കോളത്തിൽ ഫിൽ. അടുത്തതായി താഴെ ഇടതുവശത്തെ കോളം ഫിൽ ചെയ്യണം. ചെയ്യുന്നതിന് മുൻപായി 2002 വോട്ടർ പട്ടികയിൽ ഭാഗമാണോ എന്നുള്ള കാര്യം ഉറപ്പാക്കണം. അതിനായി ഫോണിൽ ഗൂഗിളിൽ voters.eci.government.in എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന സൈറ്റാണ് ലഭിക്കുക. അത് ഓപ്പൺ ചെയ്യും. അതിൽ സെർച്ച് യുവർ നെയിം ഇൻ ലാസ്റ്റ് SIR ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ സംസ്ഥാനം സിലക്ട് ചെയ്ത് വ്യൂ കൊടുക്കുക. ഡിസ്ട്രിക്ട്, ബാക്കി ഡീറ്റെയിൽസ് ഫിൽ ചെയ്ത് കൊടുക്കുക. നമ്മൾ 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ വലതുവശത്ത് കാണുന്ന കോളത്തിൽ 2002 ലിസ്റ്റിൽ ഉൾപ്പെടുന്ന നമ്മുടെ ബന്ധുവിന്റെ ഡീറ്റെയിൽസ് ആണ് ഫിൽ ചെയ്യേണ്ടത്. സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്.